കർസർ AI എന്താണെന്ന് ഒരുപാട് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് കർസർ AI എന്ന്, അതിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്നും അതിന് പുറത്ത് അതിന്റെ ഒരു ഡെമോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോസും കോൺസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ബിഗിനർ ആണെങ്കിൽ പോലും അല്ല ഒരു അടിപൊളി ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ കർസർ AI യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അവസാനം വരെ കാണുന്നവർക്ക് ഒരുപാട് വാല്യൂസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ വെബ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്തിരുന്നത് VS Code എന്ന ടൂളാണ്. പക്ഷെ അത് ഞാൻ മാറ്റി കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് ഞാൻ കർസർ AI ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കർസർ AIയിലോട്ട് മാറി എന്നത് നമുക്ക് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാം. എന്താണ് കർസർ AI എന്ന് അറിയുന്നതിന് മുമ്പ് നോർമലി നമ്മൾ VS Code അല്ലെങ്കിൽ IDE അതായത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആയ ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റേഴ്സിലായിരിക്കും നമ്മൾ കോഡ് എഴുതാറ് യൂഷ്വലി. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് കർസർ AIയിൽ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ VS Code പോലത്തെ ടൂൾസിൽ കോഡ് എഴുതുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് എറർ വന്നു. ഈ എറർ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിന്റെ ഇഷ്യൂ ഒന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നോർമലി നമ്മുടെ കോൺവെർസേഷണൽ അസിസ്റ്റന്റ് ആയ ക്ലോഡിലോ ChatGPTയിലോ ചെന്ന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ എന്താണ് എറർ എന്ന് ചോദിക്കുന്നു, അത് നമുക്കൊരു റെസ്പോൺസ് തരുന്നു നോർമലി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ LLM അല്ലെങ്കിൽ AIന് നമ്മുടെ കോഡ് ബേസ് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. അതിന് ആ ഒരു എറർ മാത്രമല്ലേ അറിയാവുള്ളൂ. എററിന്റെ ഒരു ജനറൽ ഐഡിയ പറഞ്ഞു തരും, ഏത് ലൈൻ കാരണമാണ് ഈ ഇഷ്യൂ വന്നതെന്നും എന്താണ് കറക്റ്റ് എക്സാക്ട്ലി റീസൺ എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ കർസർ AIയുടെ ഒരു പ്രസക്തി വരുന്നത്. കാരണം കർസർ AI ബിൽഡ് ചെയ്തിരിക്കണം VS Codeന്റെ ടോപ്പിലാണ്. അപ്പോൾ VS Codeലുള്ള എല്ലാ സെറ്റിംഗ്സും കിട്ടും. അതിന് പുറത്ത് ഒരു AI അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് പോലെയാണ്. അതായത് നമ്മുടെ കൂടെ ഒരു ഹൈ ഇന്റലിജന്റ് ഉള്ള ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ അടിപൊളി AI നമ്മളെ കൂടെ ഇരുന്ന് ഇന്റലിജന്റ്ലി നമുക്കൊരു ഡിസിഷൻസ് പറഞ്ഞു തരികയും നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ചെയ്തു തരികയാണ് ആക്ച്വലി കർസർ AI ചെയ്യുന്നത്. കർസർ AI സോൾവ് ചെയ്യുന്ന ഒരു മെയിൻ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ AI മോഡൽസിന് നമ്മുടെ കോണ്ടസ്റ്റ് അതായത് കോഡ് ബേസിനെ മനസ്സിലാവത്തില്ല എന്നുള്ളൊരു പെയിൻ പോയിന്റ് ആണ് അവിടെ സോൾവ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കോഡ് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം, ഒരു ഫീച്ചർ ബിൽഡ് ചെയ്യണം, അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, അതും ചെയ്തു തരും. അതിന് പുറത്ത് നമുക്ക് എന്തെങ്കിലും സ്റ്റൈൽ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചോ, ഒരു സ്റ്റൈൽ പാറ്റേൺ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് ചെയ്തു തരും. ഒരു എറർ ഉണ്ടെന്ന് പറഞ്ഞോ, എറർ എത്രാമത്തെ ലൈനിലാണെന്ന് അത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും പറഞ്ഞു തരും. വേണമെന്നുണ്ടെങ്കിൽ അത് ഫിക്സും ചെയ്തു തരും. അപ്പൊ ഇതൊക്കെയാണ് ഈ കർസർ AIയുടെ മെയിൻ ബെനിഫിറ്റ്സ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ VS Codeൽ നിന്ന് കർസർ AIയിലോട്ട് പേഴ്സണലി മാറിയത്. എൻ്റെ പ്രൊഫഷണൽ വർക്കും അല്ലാതെ സൈഡ് പ്രൊജക്ട്സും എല്ലാം ഞാൻ ഇപ്പോൾ കർസർ AIയിലാണ് ചെയ്യുന്നത്. കാരണം ഇതാണ് എൻ്റെ ഡെയിലി ലൈഫിലെ മണിക്കൂറോളം എനിക്ക് ലാഭിക്കാൻ പറ്റും. എനിക്ക് മുമ്പ് 2.5 മണിക്കൂർ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഇപ്പം എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ആകെ ഒറ്റ പ്രോബ്ലം ഞാൻ കർസർ AIയിൽ കണ്ടിട്ടുള്ളൂ. നമുക്ക് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോണ്ടക്ച്വൽ മാനേജ്മെന്റ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന റിസൾട്ട് നല്ല വേസ്റ്റ് റിസൾട്ട് ആയിരിക്കും. കാരണം AI മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു മാജിക് അല്ല. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്ര അടിപൊളിയാവും അതിനനുസരിച്ചായിരിക്കും നമുക്ക് AI ഔട്ട്പുട്ട് തരിക. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ AI ചാറ്റ് ബോട്ട്സിനോട് അല്ലെങ്കിൽ LLM മോഡലിനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്. നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിൽ ആയാൽ പോലും അതിനോട് സംസാരിക്കുന്നതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് അത് എന്തായാലും ചെയ്യാവുന്നേ ഉള്ളൂ. ഗുഡ് പ്രോംപ്റ്റ് എന്താണെന്നും ബാഡ് പ്രോംപ്റ്റ് എന്താണെന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സെറ്റ് ആക്കുക. അതിനുശേഷം കോണ്ടക്ച്വൽ മാനേജ്മെന്റ്, അതായത് നമുക്ക് എന്താണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ വേണം. എന്ത് യൂസ് ചെയ്താണ് ബിൽഡ് ചെയ്യേണ്ടതെന്നും ആ ഒരു കീവേഡ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ AIനോട് പറയണം. ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എ കാർ എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് GPTs തരുന്ന റിസൾട്ട് കാറിന് 4 ടയർ ഉണ്ട്, വണ്ടി ഇത്ര സ്പീഡിൽ ഓടുമെന്നൊക്കെയാണ്. പക്ഷേ നമ്മളത് ഒരു പോർഷെ 911ന്റെ എഞ്ചിന്റെ കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ അതിൽ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ എത്ര BHP പവർ കയറുമെന്നും അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ്, അതിന്റെ പല വേരിയൻസും, അതിന് എത്ര പ്രൈസ് ആവും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ ഇതുപോലെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോണ്ടക്ച്വൽ മാനേജ്മെന്റ്. അതായത് നമുക്ക് എന്ത് ചോദിക്കണം എന്ന് നമുക്ക് അറിയണം, അതുപോലെ എന്ത് കിട്ടണമെന്ന് നമ്മൾ AIന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞാൽ ഞാൻ തിരിച്ചൊരു ഹായേ പറയുള്ളൂ. പക്ഷെ പുള്ളിക്കാരന് ജാവാസ്ക്രിപ്റ്റിനെ പറ്റി അറിയണം, പക്ഷെ എൻ്റെ അടുത്ത് വെറുതെ ഒരു ഹായേ പറഞ്ഞോളൂ, ഞാൻ തിരിച്ച് ഹായ് അല്ലേ പറയുള്ളൂ. ജാവാസ്ക്രിപ്റ്റിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുമോ? ബട്ട് അതിന് പകരം എൻ്റെ അടുത്ത് ഹായ് ജാവാസ്ക്രിപ്റ്റിലെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ വാദോരാതെ ഇരുന്ന് സംസാരിക്കും. കാരണം എനിക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ AI ചാറ്റ് ബോട്ട്സും LLMസും. അതിന് ഒരുപാട് കാര്യങ്ങളെ പറ്റി നോളജും ഡേറ്റാ സെറ്റ്സും ഉണ്ട്. പക്ഷെ നമ്മൾ എന്താണ് കറക്റ്റ് വേണ്ടതെന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള സ്കിൽസ് ആണ് കോണ്ടക്ച്വൽ മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് ഡെമോയിലോട്ട് പോവാം. കർസർ AI എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ നമുക്കൊരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി നോക്കാം. വെറും 6 മാസം കൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് IT ഫീൽഡിൽ കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. വിശ്വസിക്കണം. കാരണം നമ്മൾ പ്രോട്ടോടൈപ്പ് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് റോഡ് മാപ്പ് റെഡിയാക്കി തരും. അതിന് പുറത്ത് എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അതിന് പുറത്ത് നമ്മുടെ ട്യൂട്ടോറിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ സ്കിൽസ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് റെസ്യൂം പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം ഇന്റർവ്യൂവിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മോക്ക് ഇന്റർവ്യൂസും തരുന്നതാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതൊരു ഡൊമൈനും ആയിക്കോട്ടെ, അതിൽ
നിങ്ങളെ അടിപൊളിയാക്കാൻ വേണ്ടി ഓരോ മാസവും നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. കോഡിംഗ് പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. ഈ ഡൗട്ട്സ് വരുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ 1-on-1 ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ബേസിക് ആയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ മുതൽ അഡ്വാൻസ്ഡ് ടോപ്പിക് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കിട്ടും. അപ്പോൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഞ്ചിങ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 6 മാസത്തെ മെമ്പർഷിപ്പ് 1 വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി prototype.com വിസിറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിലോട്ട് വരിക, കർസർ എന്ന് സെർച്ച് ചെയ്യുക. കർസർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ലിങ്ക് കർസർ.com ആണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഫോർ മാക്OS എന്ന് കാണിക്കും. അപ്പോൾ മാക്OSന് മാത്രമല്ല വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും നമുക്ക് അതിന് വേണ്ടിയുള്ള ഡൗൺലോഡ്സ് ഉണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിൽ തന്നെ അതിൻ്റെ പാക്കേജ് കാണിക്കും. അപ്പോൾ ഞാൻ മാക്കിൻ്റെത് തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആവട്ടെ, വെയിറ്റ് ചെയ്യാം. നമുക്കിതിൽ പ്രൈസിങ് ഉണ്ട് കേട്ടോ. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല, ഇതിന് പെയ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളിതിനെ ഒഫീഷ്യലി പ്രൊമോട്ട് ചെയ്യണതല്ല, പക്ഷെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ആ ഒരു ഇതിൽ നിന്ന് പറയുകയാണ്. ഞാൻ പ്രോ പാക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടൈം എനിക്ക് ഡെയിലി ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഈ $20 അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ എക്സ്പെൻസ് ചെയ്യുന്നത്, അത് ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് മാറും. കാരണം അമ്മാതിരി പണി ഇതിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഹോബി പ്ലാൻ ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് പ്രോ ട്രയൽ ഉണ്ട്. ഈ പ്രോയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും 1 വീക്ക് ട്രൈ ചെയ്യാൻ ലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നെസ്റ്റ് അടിച്ച് വിടുക, അതിനുശേഷം ഫിനിഷ് ചെയ്യുക. മാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പല പെർമിഷൻസും ചോദിക്കുന്നുണ്ട്. അത് മാക്കിലായതുകൊണ്ടാണ്. ഇപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ടു കർസർ എന്ന് കാണിക്കുന്നുണ്ട്. സൈൻ അപ്പ് ഓർ സൈൻ ഇൻ. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളോ ഗിറ്റ്ഹബോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ലോഗിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് ആ ഒരു ഓതൻറ്റിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ഫ്രം VS കോഡ് എന്ന് കാണിക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ VS കോഡിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്തതാണ് കർസർ. അപ്പോൾ VS കോഡിലുള്ള ഒരുപാട് സെറ്റിങ്സ് നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കർസറിലോട്ട് ഈസിലി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഫ്രം VS കോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻസ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ സെറ്റിങ്സും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് അടുപ്പിച്ചെടുക്കും. എത്രമാത്രം സെറ്റിങ്സ് നിങ്ങൾ VS കോഡിൽ ചെയ്തിട്ടിട്ടുണ്ട് അതനുസരിച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർസർ ഡാർക്ക് മോഡ് വേണോ ഏത് തീം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡാർക്ക് തീം തന്നെ മതി. പിന്നെ കണ്ടിന്യൂ ചെയ്ത് വിട്ടാൽ മതി, അത് നോക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് നോർമൽ VS കോഡിലുള്ളതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫയൽ ബ്രൗസേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ AI ഏരിയ. അപ്പോൾ ഇവിടെ ആയിരിക്കും AI ഏജൻസും കാര്യങ്ങൾ റൺ ആവുക. നമുക്കത് നോക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ എക്സ്പെൻസസ് ഇല്ലേ, അതായത് പെട്രോൾ അടിച്ചു, ഫുഡ് കഴിച്ചു, ഇതിനെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു, അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നു, ഒരു ബേസിക് ആപ്ലിക്കേഷൻ. അപ്പോൾ അത് നമുക്ക് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യണതിന് മുമ്പ് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഫസ്റ്റ് ചെന്ന് കോഡ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യും. ഈ കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഫയലിലായിരിക്കും പോയി കിടക്കുക. അതിന് പകരം നമ്മുടെ ഫയൽസ് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് നമ്മൾ കറക്റ്റ് കൊടുക്കുക. അതിനുവേണ്ടി ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ഫോൾഡർ കൊടുത്താൽ മതി. ഇതും കണ്ടില്ലെങ്കിൽ മുകളിൽ ഫയലിൽ പോയിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ഫോൾഡർ കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് സേവ് ചെയ്യേണ്ട ഏരിയയിലോട്ട് പോകുന്നു. അതിനുശേഷം ന്യൂ ഫോൾഡർ കൊടുക്കുന്നു. എക്സ്പെൻസ് ട്രാക്കർ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഓപ്പൺ. ഇപ്പോൾ എക്സ്പെൻസ് ട്രാക്കർ ഫോൾഡറിൻ്റെ അകത്താണ് നമ്മുടെ കർസർ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു പ്രൊജക്റ്റ് ചെയ്താലും ആദ്യം വേണ്ട ഇമ്പോർട്ടൻസ് ആണോ എന്ന് പറഞ്ഞാൽ പ്ലാനാണ്. അപ്പോൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ കർസർ പല മോഡുണ്ട്. അതിൽ നമുക്ക് പ്ലാൻ മോഡ് ഇട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ഏജൻറ്റ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്ലാൻ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് മാറ്റാം. അപ്പോൾ എക്സ്പെൻസ് ട്രാക്കർ ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് എക്സ്പെൻസ് ട്രാക്കർ. ഐ നീഡ് സം അനലിറ്റിക്സ് ആൻഡ് ചാർട്ട്. അതായത് നമുക്ക് കുറച്ച് ചാർട്ട് കാണിച്ചും ഈ വീക്കിൽ എത്ര നമ്മൾ സ്പെൻഡ് ചെയ്തെന്നുള്ള രീതിയിൽ വിത്ത്
ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ വെച്ച് നമ്മുടെ കർസർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളുടെ ഇങ്ങോട്ട് കുറച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് വിച്ച് ടെക്നോളജി സ്റ്റാക്ക് വുഡ് യു പ്രിഫർ, നമ്മൾ ഏത് ടെക്നോളജി വെച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യണം, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഏത് ടെക്നോളജി യൂസ് ചെയ്യണമെന്നൊരു ഫൈനലൈസേഷനിലോട്ട് എത്തേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ബെസ്റ്റ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, ഏതായിരിക്കും നമ്മുടെ യൂസ് കേസിന് ബെസ്റ്റ് എന്ന്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു ചാറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ പ്ലാനിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്നോളജിയുടെ കാര്യം അറിയാൻ വേണ്ടി ഒരു പുതിയൊരു ചാറ്റ് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ചാറ്റിൻ്റെ അടുത്ത് പറയാം, യു ആർ എ പ്രൊഫഷണൽ CTO, അഡ്വൈസ് മീ ഓൺ എ ടെക് സ്റ്റാക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചോദിക്കാം. നമ്മൾ ചാറ്റ് GPTയുടെ അടുത്ത് ക്ലോഡിൻ്റെ അടുത്തും ചോദിക്കും പോലെ തന്നെ ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏജൻറ്റ് മോഡ് മാറ്റി. ഏജൻറ്റ് മോഡിലും ചോദിക്കാം, ബട്ട് നമുക്ക് ആസ്ക് ഇട്ടിട്ട് ചോദിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആസ്ക് മോഡിലോട്ട് ഇട്ടു. അതിനുശേഷം നമുക്ക് മോഡൽ ഇപ്പം GPTൻ്റെ അടുത്ത് തന്നെ ചോദിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് കർസർ എയുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാം മോഡൽസ് ആണ്. കർസർ ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലിന് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു മോഡലിന് അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വെച്ചാണ് കർസർ കോഡ് ജനറേറ്റ് ചെയ്യണതും അതിൽ നിന്ന് ഓരോ ഏജന്റിക് വർക്ക്സ് ചെയ്യുന്നതും. നല്ല മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും, നല്ല കോഡ് കിട്ടും. അത് ഓരോ മോഡൽസിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓപ്പൺ എയുടെ മോഡൽ ആണെന്നുണ്ടെങ്കിൽ GPT-5 ആണ്, അതുപോലെ തന്നെ GPT-4, അങ്ങനെ പല മോഡൽസും ഉണ്ട്. അതുപോലെ ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡ് യുടെ മോഡൽസ് ആണ് സോണറ്റും അതുപോലത്തെ മോഡൽസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഏതെല്ലാം മോഡൽ സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം യു ആർ എ പ്രൊഫഷണൽ CTO, അഡ്വൈസ് മീ ഓൺ ടെക് സ്റ്റാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഐ നീഡ് ടു ഡെവലപ്പ് ഈസിയസ്റ്റ് ടെക് സ്റ്റാക്ക് വിത്തൗട്ട് ഡേറ്റാബേസ് കൊടുക്കാം. നമുക്കിപ്പോൾ ഡേറ്റാബേസിൻ്റെ ആവശ്യമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഡേറ്റാബേസ് ഇല്ലാതെ ചെയ്യുന്നതെന്ന് കൊടുക്കാം. അതുപോലെ നമുക്കിത് ഓട്ടോ മോഡ് തന്നെ ഇടാം. എനിക്ക് ഇപ്പം കറൻ്റ് പ്രിഫറൻസസ് ഒന്നും ഇല്ല ഏതെല്ലാം മോഡൽ എനിക്ക് റെസ്പോൺസ് തരണമെന്ന്. അപ്പോൾ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് HTML, CSS, JavaScript മതി എന്നാണ് നമ്മുടെ പറയുന്നത്. എന്താണ് HTML, CSS, JavaScript? HTML എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മളൊരു വീട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, കട്ട കെട്ടി ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. അതുപോലെയാണ് നമ്മുടെ HTML വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കൊടുക്കുക. അതുപോലെ CSS ഫയൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വീട് വെച്ചിട്ട് അതിന് പെയിൻ്റ് അടിക്കുക, കളർ ചെയ്യുക, അങ്ങനത്തെ കാര്യം ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിന് കളർ ചെയ്യാനും കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് CSS. JavaScript എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണം. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പല ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് നടക്കണം എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനാണ് JavaScript യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു ടെക് സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. HTML, CSS, JavaScript മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആൻസർ ചെയ്യുന്നതിലോട്ട് തിരിച്ചു വരുന്നുണ്ട്, നമ്മൾ പ്ലാൻ മോഡിലോട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് HTML, CSS, JavaScript യൂസ് ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാം. HTML, CSS ആൻഡ് JavaScript. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യണമെന്നാണ്. ലോക്കൽ ഫയൽ സ്റ്റോറേജ് വേണോ അതോ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ബ്രൗസറിൻ്റെ ലോക്കൽ സ്റ്റോറേജ് തന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയണത്. അതായത് ബ്രൗസറിന് ഒരു ലോക്കൽ സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിലും ഒരുമിച്ച് കിട്ടത്തില്ല, ആ ബ്രൗസറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് അവിടെ വരത്തുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചാർട്ടും അനലിറ്റിക്സിനും എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ എന്ന്. സിമ്പിൾ ആയിരിക്കണം, അത്രയേ ഉള്ളൂ പ്രിഫറൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സിംഗിൾ സപ്പോർട്ട് ആണോ എന്ന്. അപ്പോൾ മേക്ക് ഇറ്റ് സിമ്പിൾ ഫോർ നൗ. അത് സിംഗിൾ യൂസറിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഡെമോ ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ ഒരു വലിയ പ്രൊഡക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ എന്ത് പ്ലാൻ തരുന്നോ അത് വെച്ച് നമ്മൾ ഫോർവേഡ് ചെയ്യാനാണ് പോകുന്നത്. നമുക്കിപ്പോൾ പ്ലാൻ റെഡി ആയിട്ടുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, എന്തൊക്കെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം, ടെക്നിക്കൽ ഡിസിഷൻസ് കാര്യങ്ങൾ, അതായത് ചാർട്ട്, അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചാർട്ട് വേണം, അനലിറ്റിക്സ് കാണിക്കണം, അതിനുവേണ്ടി ചാർട്ട് JS എന്ന് പറഞ്ഞൊരു പാക്കേജൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പം ഞാൻ ഇതിന് കൊണ്ടുപോയി റിസർച്ച് ചെയ്ത് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം എനിക്കിത് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഒന്നും, കൂടുതൽ
ഫീച്ചേഴ്സ് വേണം, എനിക്ക് വീണ്ടും പ്രോംപ്റ്റ് ചെയ്ത് സെറ്റാക്കാം. ബട്ട് നമ്മളിപ്പോൾ ബിൽഡ് കൊടുക്കുന്നുണ്ട്, ബിൽഡ് ചെയ്ത് ഇത് അടുത്ത ലെവലിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ചെയ്യണത് തൊട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഏജൻറ്റിക് AI ആണ്. കാരണം ഒരു പ്രോംപ്റ്റ് കൊടുത്ത് റെസ്പോൺസ് വരുന്നതാണ് നോർമൽ ഒരു LLM മോഡൽ ചെയ്യണതെന്ന് വെച്ചാൽ, ഒരു ഏജൻറ്റിക് AI എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ നിന്ന് ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് ആ ടാസ്ക് പെർഫോം ചെയ്യുക. ആ ടാസ്ക് എന്തും ആവാം, ലൈക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യണതാവാം. നമുക്കിപ്പം കണ്ടില്ലേ index.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൈവ് സെർവർ എന്ന എക്സ്റ്റൻഷൻ്റെ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻസിൻ്റെ മാർക്കറ്റ് പ്ലേസിലോട്ട് വരും. ഇവിടെ വരിക, ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. എന്തിനാണ് ലൈവ് സെർവർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, അതെനിക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. അതിന് പുറത്ത് ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഞാൻ കോഡിൽ വരുത്തിയാൽ ഓൺ ദ സ്പോട്ട് എനിക്ക് അവിടെ അപ്ഡേറ്റ് ആവണം, ചെക്ക് ചെയ്യണം, വീണ്ടും വീണ്ടും റീലോഡ് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ചേഞ്ചസും ചെയ്തു എന്ന് AI പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എല്ലാ ചേഞ്ചസും ചെയ്തു എന്ന്. നമുക്ക് index.html റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്താൽ മതി. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് എക്സ്പെൻസ് ട്രാക്കർ. ഒരു അടിപൊളി എക്സ്പെൻസ് ട്രാക്കർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് പുതിയ എക്സ്പെൻസ് ആഡ് ചെയ്യാം. അതായത് എനിക്ക് എത്രയാണ് എമൗണ്ട്, ഇപ്പോൾ ഒരു 2500 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു, ഫ്യൂവൽ, ഓക്കെ, കാറിന് പെട്രോൾ അടിച്ചു, ഓക്കെ, ആഡ് എക്സ്പെൻസസ് കൊടുത്താൽ താഴെ വരും, കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? അതുപോലെ ഈ മാസം എത്ര സ്പെൻഡ് ചെയ്തു, വീക്കിലി എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു എന്ന് വെച്ചോ, 100 രൂപയ്ക്ക് ഫുഡ്, പപ്സ് ആൻഡ് ലൈം കഴിച്ചു, ഓക്കെ, ഫുഡ് ആഡ് ചെയ്തു, കാറ്റഗറി കണ്ടില്ലേ, ഇപ്പം ഫുഡിന് 100 രൂപ യൂസ് ചെയ്തു, ആ ഒരു പൈ ചാർട്ട് പോലെ വന്ന കണ്ടില്ലേ. അതുപോലെ ഫ്യൂവലിന് 2500 യൂസ് ചെയ്തു. പല കാറ്റഗറീസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തു, ഒരു ഡ്രസ്സ് എടുത്തു, ഓക്കെ, അതവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതും ഈ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളി സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു UI കണ്ടിട്ടൊരു വശപിശക്ക് പോലെ തോന്നും, കൊള്ളാം, എന്നാലും എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. അപ്പോൾ കുറച്ചും കൂടെ അടിപൊളി UI എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഈ യൂസർ കാണുന്ന എന്താണ്, അതാണ് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് ബിഹാൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ബിഹാൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള പലരും അടിപൊളി ഡിസൈൻസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇടുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സിസ്റ്റം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലീൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വെബ്സൈറ്റ് എടുത്ത്, ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എടുത്തു, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കർസറയിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇമേജ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, അതായത് യൂസിങ് ദിസ് ഇമേജ് മോഡിഫൈ സെയിം ഡിസൈൻ സിസ്റ്റം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഫങ്ഷനാലിറ്റീസ് ഒന്നും ചേഞ്ച് ചെയ്യില്ലെന്നും പറയാം നമുക്ക്. ഡോണ്ട് ചേഞ്ച് എനി ഫങ്ഷനാലിറ്റി ആൻഡ് ലേ ഔട്ട്. എനിക്ക് ലേ ഔട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു, ഫങ്ഷനാലിറ്റി ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ആ ഒരു ഡിസൈൻ സിസ്റ്റം മാത്രം ഞാൻ കൊടുത്ത ഇമേജിൽ നിന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് AI ചെയ്യണമെന്നൊന്ന് നോക്കാം. അതുപോലെ നമുക്കിവിടെ കോഡെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. ഈ കോഡ് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ നോക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം വൈപ്പ് കോഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വൈപ്പ് കോഡ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ കോഡ് നോക്കണ്ട, റിസൾട്ട് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ല നിങ്ങൾക്ക് AI അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കോഡ്, അതായത് കോഡിന് വാല്യൂ കൊടുത്ത് അടിപൊളി മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള കോഡ് മെയിൻറ്റെയിൻ ചെയ്ത് വലിയ വലിയ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ AI അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ AI തരുന്ന കോഡ് നമ്മൾ നോക്കി വെരിഫൈ ചെയ്തിട്ട് കീപ്പ് ആൾ കൊടുത്താൽ മതി, നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ AI അടുത്ത കാര്യം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ അടിപൊളി, ആ UI ഒക്കെ മാറ്റിയിട്ടുണ്ട്. കളർ മാറ്റിയത് മാത്രമല്ല, സൈഡിൽ ആ കോർണർ റേഡിയസും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിന് പുറത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചായിരുന്നോ? ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവിടെ കണ്ടില്ലേ ആ ഒരു ഗ്രിഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അതിലുള്ളതാണ്. അതായത് കുറച്ച് മോഡേൺ ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനിലുള്ളതുപോലെ തന്നെ സംഭവം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടൺസിൻ്റെ കർവിങ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി സോഫ്റ്റ്വെയർസ് നമുക്ക് ഇതുപോലത്തെ AI ടൂൾസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാനേ ഉള്ളൂ. കോഡിങ് ചെയ്യാതെ നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, കോഡ് അറിഞ്ഞാൽ നമുക്ക് വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോഡിങ്ങിൻ്റെ ബേസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ട്. 100K കോഡിംഗ് ചലഞ്ച്, ലൂപ്പ്, അറേ പോലത്തെ ബേസിക് കൺസെപ്റ്റ് പഠിപ്പിക്കും.
പഠിപ്പിക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വെബ് ഡിസൈനിങ് ചലഞ്ച് ഉണ്ട്, വെബ് ഡെവലപ്മെന്റ് ചലഞ്ച് ഉണ്ട്, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ. എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് നോക്കി പഠിക്കുക. പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരാൾ സപ്പോർട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചതിന് ശേഷം ഒരു 6 മാസത്തെ മെമ്പർഷിപ്പ് ആണ്. ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഞ്ചിങ് ഓഫർ ആയിട്ട് അത് 1 ഇയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്കൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂവിന് വേണ്ടി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും, അല്ല നിങ്ങൾക്കൊരു റോഡ് മാപ്പ് സെറ്റ് ചെയ്യണം, പേഴ്സണലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു റോഡ് മാപ്പ് സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് മെമ്പേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന ഒരു അടിപൊളി ഡെവലപ്പർ ആവാം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അത് സ്ലോട്ട് തീരുന്ന മുമ്പേ രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ്. അത് മാത്രമല്ല, കർസറിന്റെ ഒരു ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സ് കർസറിനുണ്ട്. നമ്മൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും അനേകം അടിപൊളി സോഫ്റ്റ്വെയർസും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. Until then, stay tuned and happy coding.